ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ റോഡ് ഷോ നടന്ന പാതയിൽ തെരുവിളക്കുകൾ ഓഫ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. കോഴിക്കോട് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയ്ക്കിടയിലാണ് KCB ലൈറ്റ് ഓഫാക്കിയത്. ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ച പ്രവർത്തകർ രേഖപ്പെടുത്തിയത്. ആനന്ദ് പുതൂരുണ്ട് കോഴിക്കോട് എന്ന വിവരങ്ങളുമായി. ആനന്ദ്, ഈ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി അത് കേരളത്തിൽ കൂടുതലാണ്. സംസ്ഥാനത്ത് കേരളത്തിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. എന്തായാലും NDA സ്ഥാനാർത്ഥികൾ ഈ ലോക്സഭയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പരാജയ ഭീതിയിൽ തന്നെയാണ് ഇന്നലെ BJP ദേശീയ അധ്യക്ഷൻ പങ്കെടുത്ത റോഡ് ഷോയിൽ ഈ KCB പോലും വിളക്കുകൾ അണയ്ക്കുന്ന ആ ഒരു രീതി കൊണ്ടുവന്നത്. നേരത്തെ നമ്മൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പങ്കെടുത്ത റോഡ് ഷോയ്ക്കിടയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം അന്നും ഉണ്ടായി. ഇന്നലെ കോഴിക്കോടുണ്ടായ ആ സംഭവത്തിന് പിന്നാലെ യുവമോർച്ച അടക്കമുള്ളവർ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലൊരു പരാജയ ഭീതി തന്നെയല്ലേ ഈ ഒരു സംഭവത്തിനൊക്കെ തന്നെ പിന്നിൽ കാണുന്നത്? തീർച്ചയായും രജനി, ഇന്നലെ രാത്രി 8:30 മുതൽ 10 മണി വരെയായിരുന്നു ഈ BJP പാർലമെന്റ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MT രമേശിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി BJPയുടെ തന്നെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോ തന്നെയാണ്. അതായത് നിരവധി പ്രവർത്തകർ, ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ഒരു റോഡ് ഷോ തന്നെയാണ് BJP എന്തായാലും ഒരുക്കിയിരുന്നത്. പക്ഷേ ഈ റോഡ് ഷോയുടെ അരയെടുത്തുപാലം മുതൽ മുതലക്കുളം വരെയുള്ള ഈ പ്രദേശങ്ങളിൽ പൊതുവിളക്കുകൾ, അതായത് തെരുവ് വിളക്കുകളെല്ലാം ഓഫ് ചെയ്ത ഒരു അവസ്ഥയിലായിരുന്നു. KCB ഇത്തരത്തിൽ മനഃപൂർവ്വം ലൈറ്റുകൾ ഓഫ് ചെയ്തെന്നുള്ള ഒരു ആരോപണമായി തന്നെ ആ സമയത്ത് വൻ പ്രതിഷേധം തന്നെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവമോർച്ചയുടെയും കൗൺസിലർമാരടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വൻ പ്രതിഷേധം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തായാലും ഇന്നലെ അവർ KCBയുടെ ഓഫീസിലേക്ക് മാർച്ചടക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ 69ാം കോർപ്പറേഷനിലെ വാർഡ് മെമ്പർ നവ്യ ഹരിദാസും മറ്റു പ്രവർത്തകരോട് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്? ഇത് ആദ്യമായിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത്, ഇത്തരം പദയാത്രകൾ നടത്തുന്ന സമയത്ത് ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം വീഴ്ചകൾ വരുന്നത്. അത് ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്നലെ നടന്നിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് 10,000-ഓളം ജനങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, NDAയുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ളൊരു പദയാത്ര. അതിലുപരി BJPയുടെ തന്നെ ദേശീയ അധ്യക്ഷൻ ശ്രീ JP നദ്ദാജിയാണ് ആ ഒരു റോഡ് ഷോ നടത്തിയിരുന്നത്. ആ പരിപാടിയിലാണ് ഇത്തരം ധിക്കാരപരമായിട്ടുള്ള നിലപാട് KCBയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ KCBയുടെ ഭാഗത്ത് മാത്രമല്ല വീഴ്ച എന്ന് ഞങ്ങൾ ആരോപിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഒരു വൻ സുരക്ഷാ ഭീഷണി കൂടിയാണ് ഇന്നലെ ഉയർത്തിയിട്ടുള്ളത്. ഒരു ദേശീയ അധ്യക്ഷൻ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു പദയാത്ര ആരംഭിക്കുന്ന സ്ഥലം മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെയുള്ള മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും അണച്ച അവസ്ഥയിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ അതേസമയം ഈ പദയാത്ര അവസാനിച്ച ഇടം മുതൽ ആ പരിപാടിക്ക് ശേഷം ഞങ്ങൾ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് KCBയിലേക്ക് സംഘടിപ്പിച്ചു. അതായത് ഈ 10,000-ഓളം ആളുകളുടെ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് ഞങ്ങളിൽ ചില പ്രതിനിധികൾ മാത്രമാണ് ആ മാർച്ചിൽ ഇന്നലെ പങ്കെടുത്തത്. ആ മാർച്ചിൽ KCBയിലേക്ക്, ഈ ബീച്ച് റോഡിലുള്ള KCBയിലേക്ക് പോകുന്ന വഴിയിൽ മറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ കോട്ടമില്ലാത്ത വിധത്തിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു 1.5 കിലോമീറ്റർ ഭാഗത്ത് മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇന്നലെ അണഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അടുത്ത നടപടി? അതായത് പരാതികളുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും പരാതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ VK സജീവൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. ഇന്നലെ KCBയിൽ ചെന്ന സമയത്ത് അവിടെ നിരവധി പോലീസുകാരുണ്ടായിരുന്നു. ഞങ്ങൾ വെറും 10 പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും 200-ഓളം പോലീസാണ് സന്നാഹമായിട്ട് പോലീസ് കണക്കിന് ജീപ്പുകളും ഇന്നലെ എത്തിച്ചേർന്നിട്ടുള്ളത് KCBയിലേക്ക്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കം ഞങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകുവാനും തീർച്ചയായിട്ടും ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ റോഡ് ഷോയ്ക്കിടെ KCB വിളക്കുകൾ അണച്ചതിൽ പ്രതിഷേധം ശക്തമാവുക തന്നെയാണ് ചെയ്തത്.